ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൈവശം ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ പഴയ ഓൾഡ് സീരീസിലുള്ള KL നിന്ന് തുടങ്ങുന്ന നോൺ സ്റ്റാൻഡേർഡ് വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണ് എങ്കിൽ അതിനെ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡിലുള്ള 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് എപ്പിക് നമ്പറാക്കി കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും പുതുതായി വികസിപ്പിച്ചെടുത്ത വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വഴി വോട്ടർ ഐ ഡി റിലേറ്റഡ് എന്ത് സർവീസസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും നിങ്ങൾ ഈ ഏറ്റവും പുതിയ ഫോർമാറ്റിലുള്ള 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് എപ്പിക് നമ്പർ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ ഈ സൈറ്റിൽ നിങ്ങൾ ഏറ്റവും പുതിയ ഫോർമാറ്റിലുള്ള എപ്പിക് നമ്പറാണ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ പഴയ ഓൾഡ് സീരീസിലുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ പുതിയ എപ്പിക് നമ്പർ കണ്ടെത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. 2-3 മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എല്ലാ മെത്തേഡുകളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എപ്പിക് നമ്പർ സെർച്ച് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ 3 രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേത് നമ്മുടെ വിവരങ്ങൾ നൽകി നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ കുടുംബപ്പേര്, അതായത് സർനെയിം കുടുംബപ്പേര്, അതുപോലെ നമ്മുടെ ബന്ധുവിൻ്റെ പേര്, ജനന തീയതി, ഏജ്, ജെൻഡർ തുടങ്ങിയ വിവരങ്ങളൊക്കെ നൽകി നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സെർച്ച് കുറിയായിട്ട് മാച്ച് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് എൻട്രീസ് ഈ സൈറ്റിൽ ലോഡായിട്ട് വരുന്നതാണ്. അതിൽ നിന്ന് നമ്മുടെ എൻട്രി ഏതാണോ അത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കുറച്ച് പാടായിട്ടുള്ള മെത്തഡാണ്. എന്നാൽ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ഓൾഡ് സീരീസിലുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പുതിയ എപ്പിക് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന സെർച്ച് ബൈ എപ്പിക് എന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പഴയ ഓൾഡ് സീരീസിലുള്ള KL എന്ന് തുടങ്ങുന്ന ആ എപ്പിക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് കൂടെ സെലക്ട് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ എൻ്റർ ചെയ്ത് താഴെ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പഴയ ഓൾഡ് സീരീസിലുള്ള വോട്ടർ ഐ ഡി കാർഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പുതിയ 10 ഡിജിറ്റ് എപ്പിക് നമ്പറും ബാക്കി നിങ്ങളുടെ വോട്ടർ ഐ ഡി സംബന്ധിക്കുന്ന വിശദാംശങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് അതിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ 10 ഡിജിറ്റ് എപ്പിക് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള ഇലക്ഷൻ കമ്മീഷനും ഇതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ceo.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പഴയ KL എന്ന് തുടങ്ങുന്ന എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതിയ ഫോർമാറ്റിലുള്ള 10 ഡിജിറ്റ് ന്യൂ എപ്പിക് നമ്പർ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ തന്നെ കേരള ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു സജ്ജീകരണം കൂടെ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൾഡ് എപ്പിക് നമ്പറും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ ന്യൂ എപ്പിക് നമ്പറും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു PDF ഡോക്യുമെൻറ്റ് കേരള ഇലക്ഷൻ കമ്മീഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഒരു PDF ഡോക്യുമെൻറ്റ് ഈ സൈറ്റിൽ ഇത്തരത്തിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയോജക മണ്ഡലം ഏതാണോ ആ നിയോജക മണ്ഡലം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടേഴ്സിൻ്റെയും പ്രീവിയസ് എപ്പിക് നമ്പറും അതുപോലെ തന്നെ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള 10 ഡിജിറ്റ് എപ്പിക് നമ്പറും ഇത്തരത്തിൽ ഈ PDF ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ എപ്പിക് നമ്പർ ഏതാണോ ആ എപ്പിക് നമ്പർ ഒന്ന് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക ഈ PDF ഡോക്യുമെൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പുതിയ ഫോർമാറ്റിലുള്ള എപ്പിക് നമ്പർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.